നമ്മളിന്ന് വന്നിട്ടുള്ളത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ നനയുന്നതുകൊണ്ട് ഫ്രണ്ടിൽ കണ്ടില്ലേ ഈ കാണുന്ന പോളികാർബൺ ഷീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ സിറ്റൗട്ട് ഫുള്ളായിട്ട് സ്റ്റെപ്പൊക്കെ നനയുന്നു, അതുപോലെ സിറ്റൗട്ടിലോട്ട് വെള്ളമടിച്ച് കയറുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ വന്നിട്ടുള്ള വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഈ വർക്ക് എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് ഡീറ്റെയിൽസ്, ചിലവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്, ഫുള്ള് പിന്നെ പ്ലെയിനായിട്ട് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഫുള്ള് നനഞ്ഞ് ഒലിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, സ്റ്റെപ്പ് നനഞ്ഞ് കഴിഞ്ഞാൽ തെന്നി വീഴുന്ന വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെറ്റീരിയൽ സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ 2.5 പൈപ്പാണ്. അതിന് ആദ്യം തന്നെ നമ്മൾ ഫ്രെയിം അടിക്കുന്ന വർക്കാണ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 40 അടി അടുത്ത് നീളവും, പിന്നെ അതായത് ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സൈഡിലോട്ടൊരു 8 അടി സൈഡും, പിന്നെ ബാക്കി ഫ്രണ്ട് വശം ഒരു 40 അടിയോളം ലെങ്ത് വരുന്ന രീതിക്കാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഉള്ള വീതി വരുന്നത് നമ്മൾ മൊത്തത്തിൽ 8.5 അടിയാണ്. അതായത് 3 അടിയോളം ഷെയ്ഡ് ഉണ്ട്, കോൺക്രീറ്റ് ഷെയ്ഡ് ഉണ്ട്. അതിൻ്റെ ടോപ്പിൽ, അതായത് അവിടെ വീഴുന്ന വെള്ളം, കാരണം അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ പോകാനുള്ള പൈപ്പുകളുടെ എണ്ണമൊക്കെ കുറവ്. അപ്പം ആ ഏരിയയും കൂടി കവർ ചെയ്ത് കിട്ടുക എന്നുള്ള അഭിപ്രായത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഷെയ്ഡിന് മുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പം 8.5 അടി ഷീറ്റ് വരും. അപ്പം പിന്നെ 5 അടിയോളം പിന്നെ ഷെയ്ഡ് കഴിഞ്ഞ് പുറത്തോട്ടുണ്ടാകും. പിന്നെ ബാക്കി ഭാഗം ഷെയ്ഡിന് മുകളിലും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭാഗം കുറച്ച് കുറവുണ്ടാവും, ബാക്കി എല്ലാം ടോപ്പിലോട്ട് പോകും. അപ്പോൾ എല്ലാ ഏരിയയും പിന്നെ കവർ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ അവിടെയെല്ലാം വീഴുന്ന വെള്ളം പിന്നെ എവിടെ പോകുന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും. കാരണം അവിടം വരെ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് ലീക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്ട് ആ ഏരിയയും കൂടി നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പം ചിലവ് കുറച്ച് കൂടും എന്നാൽ മാത്രം. അതിന് വേണ്ടി ആദ്യം തന്നെ താഴെ ഇട്ടിട്ട് നമ്മൾ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഏകദേശം 40 അടിയോളം വരുന്നത് കൊണ്ട് തന്നെ ഒറ്റ ഫ്രെയിം ആക്കിയിട്ട് അത്രയും ലെങ്തിൽ കയറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 2 ഫ്രെയിമായിട്ട് സെൻറ്ററിൽ ജോയിൻ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ഫ്രെയിമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പൈപ്പുകളെല്ലാം 2.5 പൈപ്പും, ബാക്കി ക്രോസായിട്ട് വരുന്ന ഫ്രെയിമിന് ഒഴികെയുള്ള ഭാഗം 1.25 പൈപ്പുമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിലത്തുനിന്ന് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പണി കുറച്ച് എളുപ്പമുണ്ട്. കയറ്റി വെക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും, കാരണം ഇത്രയും വെയിറ്റ് പൊക്കി വെക്കാൻ പറ്റുന്ന ഒരു റിസ്ക് ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് പണി തീരുന്നത് ഇതുപോലെ താഴെയിട്ട് ഫ്രെയിം അടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. മേലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിപ്പത്തിലുള്ള ഫ്രെയിമൊക്കെ ആ ടോപ്പിൽ നിന്ന് ലെവൽ ചെയ്ത് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടും എളുപ്പം ശരിക്ക് ആൾ ഉണ്ടെങ്കിൽ പിടിച്ച് വെച്ചിട്ട് പൊക്കി എടുത്ത് കയറ്റി വെക്കുന്നതായിരിക്കും എളുപ്പം. കാരണം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് എടുത്ത് കയറ്റി വെച്ചാൽ മതി. ജോയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരേ ഷേപ്പിൽ തന്നെ 2 ഫ്രെയിം സെറ്റാക്കി എടുക്കുമായിരുന്നു. 20 അടിയോളം ലെങ്ത് വരുന്ന 2 ഫ്രെയിം സെറ്റാക്കിയിട്ട് സെൻറ്ററിൽ ജോയിൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം പരമാവധി ലെവലൊന്നും മാറാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മേലെ നിന്ന് ഒരു പൈപ്പ് റെഡിയാക്കി ജോയിൻ്റ് അടിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ പെയിൻ്റെല്ലാം അടിച്ച് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. വെൽഡിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൈമറെല്ലാം പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഫ്രെയിമെല്ലാം കയറ്റി 2 ജോയിൻറ്റ്, പിന്നെ ഒരു എൽ ഷേപ്പിൽ വരുന്നുണ്ട് ആ സൈഡിലുള്ള ഫ്രെയിമും കൂടി നമ്മൾ താഴെ തന്നെ റെഡിയാക്കിയിട്ട് ജോയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പം കയറ്റി വെക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ ആളുടെ പരിമിതി ഉള്ളതുകൊണ്ട് കയറ്റി വെക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം കയറ്റാൻ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നുണ്ട്, കാരണം ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. പറഞ്ഞില്ല 40 അടി ലെങ്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈഡ് 8 അടി. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ടോപ്പ് ഭിത്തി സൈഡിൽ സപ്പോർട്ട് അടിക്കും, അതുപോലെ തന്നെ ഷെയ്ഡേലും സപ്പോർട്ട് അടിക്കും. അങ്ങനെ പ്ലേറ്റ് അടിച്ചിട്ട് ഫുള്ള് വെൽഡ് ചെയ്തിട്ട് അത് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻറ്റ് 2 വരുന്നത് ആ പെയിൻ്റ് അടിക്കാത്ത ആ ഭാഗം കണ്ടോ, ആ ഭാഗത്താണ് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ ഭാഗത്ത് 2 പൈപ്പും ഉള്ളിലത്തെ പൈപ്പെല്ലാം ജോയിൻ്റ് ആയത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കിയിട്ട് ബാക്കി വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ നമ്മൾ സ്ക്വയർ ഷേപ്പ് ആക്കിയിരിക്കുന്നത് 2 അടിയിൽ താഴെയുള്ള അളവാണ്. 24 ഇഞ്ചിൽ താഴെയുള്ളത്, അതായത് 22 ഇഞ്ചോളം ഗ്യാപ്പ് വരുന്നുള്ളൂ. ആ രീതിക്കുള്ള കളങ്ങളാണ് ഇത് നമ്മൾ ആക്കിയിട്ടുള്ളത്. പരമാവധി എത്ര കുറച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതായിരിക്കും. കാരണം ഇത് പോളികാർബൺ ഷീറ്റ് സാധാ ഷീറ്റുകളെ പോലെയല്ല. വെയിലടിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്വഭാവം മാറുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഷീറ്റ് 3mm ഷീറ്റാണ്. 3mm ഷീറ്റാണ് ഇപ്രാവശ്യം ഇടുന്നത്.
ഇത് റെയിൻ ഡ്രോപ്സ് കോഫി ബ്രൗൺ ആണ് ഇതിന് കളർ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം കാരണം പോളികാർബണിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽ പിടിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും പായൽ പിടിക്കും. അപ്പോൾ പായൽ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു കളർ കോഫി ബ്രൗൺ ആണെന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള മാത്രമേ അതായത് വേറെ സംഭവങ്ങളൊന്നും നോക്കാതെ ആ ഒരു കളറിൽ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ പായൽ മനസ്സിലാവില്ല. കാരണം പായലിൻ്റെ കളർ ഇതിൻ്റെ കളർ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സെലക്ട് ചെയ്തത്. നമ്മുടെ മാത്രം അഭിപ്രായത്തിൽ സെലക്ട് ചെയ്തതല്ല, അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഷീറ്റ് അതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈ ഷീറ്റ് നമ്മൾ 7 അടി, അതായത് 8.5 അടി ലെങ്ത് വരുന്നത്, 8.4 അടി താഴെയുള്ളൊരു ലെങ്താണ് വരുന്നത്. അപ്പം 2 അടി അല്ല 7 അടിയുടെ ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ 1.5 അടി മേലോട്ട് ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ ഷീറ്റ് ഓവർലാപ്പ് ചെയ്ത്, അതായത് അത്യാവശ്യം ചെരിവ് കൊടുത്തിട്ടുണ്ട്. ചെരിവ് തീരെ കുറച്ചിട്ടില്ല, അതായത് അത്യാവശ്യം ചെരിവ് കൊടുത്തിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ജോയിൻറ്റ് വെച്ചിട്ട് പിന്നെ കുത്തനെ താഴോട്ട് വരുന്ന രീതിയിലല്ല ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ലീക്ക് കാര്യങ്ങൾ പിന്നെ ജോയിൻ്റൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ജോയിൻറ്റിൻ്റെ ഫീഡിങ് വെക്കുന്ന സാധനം പൊട്ടിപ്പോകുന്ന വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓവർലാപ്പിൽ ചെയ്യുന്ന രീതിയിൽ എൻ്റെ അലുമിനിയം ചാനൽ വെച്ചിട്ടാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഷീറ്റ്. ഇനി അതിൻ്റെ ടോപ്പിലെ പ്ലാസ്റ്റിക്കൊക്കെ പൊളിക്കാനുണ്ട്, ഇനി സ്ക്രൂവെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അത്ര. ഇതാണ് ഷീറ്റ്. പോളികാർബണിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജോയിൻ്റൊക്കെ പരാജയമാണ്. കാരണം പല സ്ഥലത്ത് വിട്ടിട്ടും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് വെയിലടിക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങും. എത്ര സിലിക്കോൺ ചാനലൊക്കെ വെച്ച് കഴിഞ്ഞാലും പിന്നെ ജോയിൻ്റ് വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോയിൻ്റ് വെക്കുന്ന സാധനങ്ങൾ പൊട്ടി പോകുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ പിന്നെ പോളികാർബൺ പോലത്തെ ഒരു പിന്നെ PVC പോലത്തെ ഒരു മെറ്റീരിയലാണല്ലോ, അതും പൊട്ടിപ്പോകുന്ന വിഷയങ്ങളുണ്ട്. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് വെയിലും മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ജോയിൻ്റ് ബീഡിങ് വെക്കാതെയുള്ള പരിപാടിയാണ് നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ജോയിൻറ്റിൽ ചാനൽ വെച്ചിട്ട് സ്ക്രൂ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിലിക്കോണും കൂടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല. അതുപോലെ ചെയ്യുമ്പോൾ ക്രോസായിട്ട് പിന്നെ ചാനലടിക്കുമ്പം പരമാവധി പിന്നെ എന്നാ പറയുക വെള്ളം ഒഴുകി പോകാനുള്ള സ്പേസും കൂടി ഇട്ടിട്ട് വേണം. അതായത് ചെറിയ ചെറിയ കട്ടിങ് ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ ചാനലടിക്കാൻ. അല്ലാതെ ഫുള്ളായിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകൽ ലേശം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും ലെങ്തും കൂടി വരുന്നില്ല. നമ്മൾ പാർട്ടിയോട് പരമാവധി ജോയിൻ്റ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടാണ്. കാരണം ജോയിൻറ്റിനോട് നമുക്ക് പൊതുവേ താല്പര്യം കുറവാണ്. ജോയിൻറ്റ് പിന്നെ എത്ര വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മളതിനെ എന്നാ പറയുക സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ജോയിൻറ്റ് അതായത് കാർ പോർച്ചൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ വലിയ ഏരിയ എപ്പോഴും ഇത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കയറി നിന്ന് ഇത് പിന്നെ വാർപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അതും കൂടി പരിഗണിച്ചിട്ട് വേണം എല്ലാവരും ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്താൽ. പോളികാർബൺ കാണാനൊക്കെ ഉള്ള ലുക്ക് ഉണ്ടാകും, പക്ഷേ പായൽ ഒരു മഴ കഴിഞ്ഞ് 1 മാസം കൊണ്ട് തന്നെ പായൽ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ ഭയങ്കര ഉയരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ക്ലീൻ ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വൻ ഏരിയയിലൊക്കെ ചെയ്താൽ ജോയിൻറ്റ് പശയൊക്കെ ഇട്ടെടുത്ത് ക്ലീനിങ് ചെയ്യുമ്പം പിന്നെ പശ ഇളകാനുള്ള സാധ്യതകളുണ്ട്. ഇത് സാധാ മോപ്പ് വെച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ പ്രഷർ വാഷർ ചെറിയ പ്രഷറിൽ പിന്നെ ഇടാം. അതുപോലെ സോപ്പ് അങ്ങനെ സർഫ് പോലത്തെയുള്ള സംഭവങ്ങളിട്ട് കഴുകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നൊക്കെയാണ്. പക്ഷേ ഇത് തന്നെ ചെയ്യാൻ മെനക്കെടണം, അത് തന്നെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. കാരണം ഇതിന് മുകളിൽ കയറി ചവിട്ടലൊന്നും ഇപ്പം നമ്മൾ ആ പൈപ്പിൻ്റെ സ്ഥലത്തൊക്കെ കയറി ചവിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു സുഖമൊന്നും ചിലപ്പോൾ പിന്നീട് കിട്ടിയെന്നിരിക്കില്ല. മുകളിൽ കയറി കഴിഞ്ഞാൽ 1 വർഷം വെയിലും മഴയും കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നെ അവസ്ഥയങ്ങ് മാറി. പിന്നെ ഷീറ്റിൻ്റെ അവസ്ഥയൊക്കെ മാറി. ഇതിപ്പം 3mm ഷീറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പം നമ്മൾ ടോപ്പിൽ പിന്നെ ചാനലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചാനൽ വെച്ചിട്ട് തന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഡയറക്റ്റ് സെൽഫ് സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമായി, അതുപോലെ തന്നെ സ്പീഡിൽ തീരും. പക്ഷേ കമ്പനിക്കാർ അവകാശപ്പെടുന്നതും ചാനലൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കീ ഹോൾ അടിച്ചിട്ട് തന്നെ പിന്നെ ചാനൽ വെച്ച് സ്ക്രൂ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ സിലിക്കോണിൻ്റെ റബ്ബർ ബീഡിങ്ങും കൂടി സെറ്റ് ചെയ്യുന്നത്. അതിന് കുറച്ച് പണിയെടുക്കണം, എന്നാലേ അത് തീരുള്ളൂ. അതിനുപോലെ തന്നെ സാധനത്തിൻ്റെ ചിലവുകളും കാര്യങ്ങളെല്ലാം കുറച്ച് വരികയും ചെയ്യും സെൽഫ് സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ വർക്കിൻ്റെ റേറ്റ് പറയുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെൽഫ് സ്ക്രൂ അടിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. അതുപോലെ തന്നെ ചിലവുകളും കുറയും. ഇതിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നതിന് എക്സ്ട്രാ ചിലവുകൾ വരില്ല. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഫ്രെയിം അടിക്കുമ്പം പരമാവധി ഭയങ്കര ഗ്യാപ്പിലൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോയിൻ്റ് ആക്കലൊക്കെ കുറച്ച് റിസ്ക്കാണ്. അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം പോളികാർബണൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പിന്നെ പരമാവധി അടുപ്പിച്ച് ചെയ്യുക. അതായത് റേറ്റ് ഒന്നും തർക്കിച്ചിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതിരിക്കുക. പരമാവധി റേറ്റ് കൊടുത്തിട്ടുള്ള വർക്കുകൾ തന്നെ പരമാവധി. കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ചെയ്യുമ്പം പിന്നെ പരമാവധി ഏരിയ ലാസ്റ്റിങ് കിട്ടണം. അതിനുള്ള കണ്ടീഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഈ വർക്കിന് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് ഏകദേശം 1,00,000 രൂപയായി. അതായത് നല്ല ഏരിയ, അത്യാവശ്യം ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഈ 8 അടിയോളം അതുണ്ട്, പിന്നെ ഫ്രണ്ടിൽ 40 അടിയോളം വരുന്നുണ്ട്, സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പം അത് 3mm ഷീറ്റാണ്, ചാനൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന ചിലവ് ഏകദേശം 1,00,000 രൂപയാണ്. പിന്നെ ഈ സംഭവങ്ങൾ ചെയ്യുന്നത് വലിയ കാർ പോർച്ച് പോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നതിന് നമ്മളൊരിക്കലും സപ്പോർട്ടല്ല. അല്ലാത്ത ചെറിയ ചെറിയ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ എഴുതുക, പരമാവധി ജോയിൻ്റ് ഒഴിവാക്കി ചെയ്യുക ഉള്ളതാണ് പരമാവധി നമ്മളുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വർക്കിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പോളികാർബണിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഫോൺ വിളിച്ചിട്ട് ഒക്കെ പെട്ടെന്ന് ആൾക്കാർ നമ്മൾ വർക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് അതിന് എത്ര റേറ്റ് ആയി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മിക്ക വർക്കിൻ്റെയും തന്നെ റേറ്റ് വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ റേറ്റ് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏത് വർക്കാണ് ഏത് വീഡിയോ ആണെന്ന് പോലും പറയാൻ കിട്ടില്ല. കാരണം നമ്മൾ ഒത്തിരി വീഡിയോകളും വർക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കുമല്ലോ ചിലപ്പം വീഡിയോ ചെയ്തിട്ടുണ്ടാവുക, അത് കഴിഞ്ഞ് കുറേ വ്യത്യാസം ഉണ്ടാവും. അപ്പം മിക്ക വർക്കിൻ്റെയും വീഡിയോയിൽ തന്നെ നമ്മൾ റേറ്റ് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ അതിനുള്ള റിപ്ലൈ അതിനകത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ചാനൽ ഇടാതെ ചെയ്ത വർക്കുകളും ഉണ്ട്. ചാനലിടാതെ പിന്നെ ചില കേസിനൊക്കെ കുഴപ്പമില്ല, 2-3 വർഷം തന്നെ കിട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷനിലൊക്കെ ചെയ്ത് കൊടുത്ത വർക്കുകളും ഉണ്ട്. അങ്ങനത്തെ വീഡിയോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതും അല്ലാത്ത വർക്കുകളും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളോട് ചോദിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിന് കമൻറ്റായിട്ട് തന്നെ പരമാവധി ചോദിക്കാൻ ശ്രമിക്കുക. പായലിൻ്റെ കേസ് പറഞ്ഞത് ഇതാ, ഈ കളറാകുമ്പോൾ പായലിൻ്റെ ആയിട്ട് ഏകദേശം മാച്ചിങ്ങുള്ള കളറാണ്. അപ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ തന്നെ വലിയൊരു വൃത്തികേട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ പൊതുവെയുള്ള അഭിപ്രായം. അപ്പം ഇതാണ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒത്തിരി ഇതുപോലെയുള്ള വെൽഡിങ് സംബന്ധമായ പിന്നെ റൂഫിങ്ങിൻ്റെയും മറ്റ് വീടുകളൊക്കെ ചെയ്യലുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ചോദിക്കുക. നമ്മളിത് ഭാഗത്ത് ഓവർലാപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അടിയിൽ നിന്നൊന്നും അങ്ങനെ പെട്ടെന്ന് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഓവർലാപ്പ് ഇട്ടത് മനസ്സിലാവില്ല, കാരണം ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. ഷെയ്ഡിൻ്റെ ടോപ്പിലാണ് ഓവർലാപ്പ്, അതുകൊണ്ടാണ് എഴുതിയിട്ടിട്ട് ബാക്കി ഭാഗമാണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്.